ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഈവനിങ് ടു നൈറ്റ് ഡിന്നർ വരെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4:30 മണി ഒക്കെ ആയപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെടിക്കെല്ലാം ഒന്ന് വെള്ളം നനച്ച് ആ ടൈം ആകുമ്പോഴേക്കും മോള് സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. വെള്ളം നനച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ അവൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവളെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പഴം നിറച്ചതും കല്ലുമ്മക്കായ പൊരിച്ചതാണ്. കല്ലുമ്മക്കായൻ്റെ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. പഴം നിറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് അതിലാവശ്യമായ പഞ്ചസാര ചേർക്കുക. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടോ അത്ര പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിൽ ഏലക്കപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഈ ചേർത്ത് ആ ടൈം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ല, അതുകൊണ്ട് ഇതിലേക്ക് നേരിട്ട് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മുട്ടയും കൂടി അതേ പാനിലേക്ക് തന്നെ പൊട്ടിച്ച് വെച്ച് ഒന്ന് വറുത്തെടുത്ത് ഈ തേങ്ങയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പണ്ട റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ ഈ പണ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ഞങ്ങൾ പണ്ടെന്നാണ് പറയുക. അപ്പോൾ ഈ പണ്ട പഴത്തിൽ നിറച്ച് ഒന്ന് എണ്ണയിൽ പൊരിച്ച് കോരുക ചെയ്യുക. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴത്തിന് 3 വരയിട്ട് കൊടുക്കും. ആ വരയിട്ട് കൊടുത്ത സ്ഥലത്താണ് ഞങ്ങൾ പണ്ടം നിറക്കുന്നത്. പണ്ടം നിറച്ച് കഴിഞ്ഞാൽ മൈദപ്പൊടി വെച്ച് ഒട്ടിക്കും. ഒരു 2 സ്പൂൺ മൈദ വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസിൽ കലക്കി വെച്ചതാണ്, അത് വെച്ച് ഒട്ടിക്കും. എണ്ണയിലിട്ട് പൊരിച്ച് കോരിയാൽ നല്ലോണം പൊരിക്കൊന്നും ചെയ്യണ്ട, കുറച്ചൊന്ന് പഴമൊന്ന് വാടി വരുന്നവരെ പൊരിച്ച് കോരിയാൽ പഴം നിറച്ച് റെഡിയായി. ഇങ്ങനെ എല്ലാத்தைയും പഴം നിറച്ച് ഉണ്ടാക്കാം. പഴം ഫസ്റ്റ് എണ്ണയിലിട്ട് വാട്ടിയെടുത്തിട്ട് പണ്ടം നിറച്ചാലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായ് പൊരിക്കാനുള്ള മുളക് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കല്ലുമ്മക്കായ് ഒന്ന് പെറുക്കിയെടുക്കുക. ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ് നിറക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. പിന്നെ കല്ലുമ്മക്കായും പഴവും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കല്ലുമ്മക്കായ് പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി പഴം കൂടി എണ്ണയിൽ കോരി മാറ്റിയാൽ കല്ലുമ്മക്കായ് നിറച്ചതും പഴം നിറച്ചതും റെഡിയായി. ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായ എടുക്കാൻ പോവാണ്. ചായ കുടിയെല്ലാം കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒറോട്ടിയും ചിക്കൻ കറിയാണ്. വറുത്തരച്ച ചിക്കൻ കറി ഒറോട്ടിയും. അതിനോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഉള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 തക്കാളിയും 2 പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കുക. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ചേർത്തെടുക്കുക. എന്നിട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വെക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ തന്നെ ഉള്ളി നല്ലോണം വഴന്ന് വരും.
ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിൽ തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളെല്ലാം ഇതിൻ്റെ അകത്ത് എണ്ണയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. ചിക്കൻ വെച്ചതിന് ശേഷം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ കറി റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് അടച്ച് വെക്കുക. കറി റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുക്കാം. തേങ്ങ വറുക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിൽ ഉള്ളി, പട്ട, കുരുമുളക്, അതുപോലെ പെരുംജീരകം, ഏലക്കായൊക്കെ ചേർത്തിട്ട് ഒരു മിനിറ്റ് വെക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് നല്ലോണം ഇളക്കി വറുത്തെടുക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങ ചേർത്തിട്ട് നല്ലോണം ഇളക്കി തേങ്ങ ഒന്ന് മൂത്ത് വരുന്നവരെ വറുത്തെടുക്കുക. തേങ്ങയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണിഞ്ഞതിന് ശേഷം അരക്കാം. തേങ്ങ തണിയുമ്പോഴേക്കും ഞാനിവിടെ ചിക്കൻ പൊരിക്കാനുള്ള മുളകും എല്ലാം ചേർത്ത് ചിക്കനും മുളകൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കാനായിട്ട് മുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കബാബ് മസാല 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് വിനാഗറും ചേർത്ത് നല്ലോണം ചിക്കൻ മുളക് വറുത്ത് വെക്കുക. ചിക്കനെല്ലാം പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ഞങ്ങൾക്കെല്ലാം കുറച്ച് മാറ്റി വെക്കാം. ചിക്കനും മുളകും എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഞങ്ങൾക്ക് കറി ഒന്ന് നോക്കാം. ഇപ്പോൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞങ്ങൾ തേങ്ങ തണിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തിട്ട് കറിയിലൊക്കെ ഒഴിച്ചാൽ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഫുൾ കറിയിൽ ഞാൻ തേങ്ങ ഒഴിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കറി കോരി മാറ്റിയിട്ടുണ്ട്. മുളകിട്ട കറിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കറി റെഡിയായി. ഇനി ചിക്കൻ പൊരിക്കാം. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച് അതിൽ 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചിക്കൻ വേഗം കരിഞ്ഞു പോകും, ഉള്ളു വേവാത്ത കരിഞ്ഞു പോകും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ മറിച്ചിടലാണ്. അങ്ങനെ ചിക്കനൊക്കെ പൊരിഞ്ഞ് ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരോട്ടിക്കുള്ള അരി അരക്കലാണ്. ഒരോട്ടിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ആ അരി തന്നെ ഇളം ചൂടുവെള്ളത്തിൽ പുതിർത്തിയിട്ട് ഞങ്ങൾ അരച്ചെടുക്കലാണ്. കുറച്ച് ഉപ്പിട്ട് അരി അരച്ചെടുക്കുക. അരി അരച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് റോട്ടിപ്പൊടി എന്ന് പറഞ്ഞുള്ള പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇതേ അരി തന്നെ കഴുകി ഉണക്കി മില്ലിൽ നിന്ന് പൊടിച്ചിട്ടുള്ള പൊടിയാണ്.
അതന്നെ ഞങ്ങൾ ഇതിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. ഈ പൊടികൾ മാത്രം കുഴച്ച് ഒറോട്ടി ഉണ്ടാക്കും. പക്ഷെ ഞങ്ങളിങ്ങനെ അത് കുറച്ചരി പൊതിർത്തി അരച്ചിട്ട് അതിൽ പൊടിയിട്ടിട്ടാണ് ഒറോട്ടി ഉണ്ടാക്കുന്നത്. അരി അരക്കുമ്പോൾ തന്നെ ഞാൻ പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒറോട്ടി ഫുൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങളിന്ന് ഇതൊക്കെയാണ് ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയത്. വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒറോട്ടിയാണ് ഉണ്ടാക്കിയത്. ചിക്കനിൽ തേങ്ങ അരക്കുമ്പോൾ കുറച്ച് മുളകിട്ടിട്ടും കറി കോരി വെച്ചിട്ടുണ്ട്. നോർമലായി ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫറെൻ്റായിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയുള്ള നല്ല വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം.